Hi students, welcome to Sapphire Future Academy Board Booster series. So today we are going to start a new chapter. അല്ലേ, നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏതാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. കൺസെപ്റ്റൊക്കെ വളരെ കുറച്ച് ലെങ്തി ആണെങ്കിലും വളരെ സിമ്പിളാണ് പഠിക്കാൻ കേട്ടോ. അപ്പം എൻ്റെ കൂടെ ഫോളോ ചെയ്ത് പോവുക. എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്? അല്ലേ, നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അവസാനമായിട്ട് ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. എ സി ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓർമ്മ ഉണ്ടല്ലോ. സോ എ സി ജനറേറ്റർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ജനറേറ്റർ എന്തിനാണ് ഉപയോഗിച്ചത്? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എന്താണ് കറണ്ട് ജനറേറ്റ് ചെയ്യിക്കാനാണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഒരു എ സി ജനറേറ്റർ നമുക്ക് കിട്ടിയ കറണ്ട് വോൾട്ടേജ് എങ്ങനെയുള്ള വോൾട്ടേജ് ആയിരുന്നു? ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആയിരുന്നു അല്ലേ. അതായത് ഒരു എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ എന്താണ് പീരിയോഡിക്കലി അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് എന്താവുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. എന്തിൻ്റെ? ഒരു ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് ആയാലും ശരി, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയാലും ശരി, എന്താണ് പീരിയോഡിക് ടൈമിൽ അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് എന്താവുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ടല്ലോ. സോ അങ്ങനെയുള്ള കറണ്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതായത് ടൈം മാറുന്നതനുസരിച്ച് എന്ത് മാറും? കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും പീരിയോഡിക്കലി എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാലോ. നോക്കിക്കോളൂ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, എന്താണ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്താണെന്നൊരു ചെറിയ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് വേരീസ് ലൈക്ക് എ സൈൻ ഫംഗ്ഷൻ. വോൾട്ടേജ് വേരീസ് ലൈക്ക് എ സൈൻ ഫംഗ്ഷൻ വിത്ത് ടൈം ആയിരിക്കണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കിട്ടിയ, അതായത് ഒരു എ സി ജനറേറ്ററിൽ കിട്ടിയ വോൾട്ടേജിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കിട്ടിയത് വോൾട്ടേജിൻ്റെ ഔട്ട്പുട്ട്? ഏകദേശം ഈ ഒരു റേഞ്ച് ഇങ്ങനെയാണ് കിട്ടിയത് ആണല്ലോ. സോ ഇതാണ് നമ്മളുടെ ഒമേഗ ടി ആണ്. ഒമേഗ ടി അതായത് ടോട്ടൽ ഒമേഗ ടി ആണ്. ഓക്കെ, ഒമേഗ ടി ആണ്. ഇത് നമ്മളുടെ വോൾട്ടേജ് ആണ് അല്ലേ, വോൾട്ടേജ് ദാറ്റ് ഈസ് വി. സോ ഇതാണ് വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ, ദാറ്റ് ഈസ് വി എം ആണ് മാക്സിമം വാല്യൂ. ആൻഡ് ഇതെന്താണ്? ഇതിൻ്റെ മിനിമം വാല്യൂ ആണ്, ദാറ്റ് ഈസ് മൈനസ് വി എം ആയിരിക്കും. ഓക്കെ, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈൻ കർവാണ് ആണല്ലോ. ഇതൊരു സൈനിൻ്റെ ഗ്രാഫാണ്. സോ നമ്മളുടെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എങ്ങനെയാണ് വേരി ചെയ്യുക? ഒരു സൈനിൻ്റെ ഫംഗ്ഷന് ലൈക്ക്, അതായത് സൈൻ ഫംഗ്ഷൻ്റെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വേരി ചെയ്യുക അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. വി എം സൈൻ ഒമേഗ ടി. ചില ടെക്സ്റ്റ് ബുക്കിൽ ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി, അതായത് വോൾട്ടേജിന് വരെ ഈ എന്നൊക്കെ എടുക്കാറുണ്ട്. നമ്മളിപ്പോൾ എടുക്കുന്നത് എന്താണ്? വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. വാട്ട് ഈസ് വി? വി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്? നമുക്കിപ്പോൾ ടി ഈക്വൽ ടു 1 കൊടുത്തെങ്കിൽ എന്ത് കിട്ടും? ആദ്യമായിട്ടുള്ള സെക്കൻഡിൽ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് കിട്ടും. ടി ഈക്വൽ ടു 2 കൊടുത്താൽ എന്ത് കിട്ടും? സെക്കൻഡിൽ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് കിട്ടും. വാട്ട് ഈസ് വി എം? വി എം എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്ക് വോൾട്ടേജ് ആണ്. പീക്ക് വോൾട്ടേജ് ആണ് അല്ലേ, പീക്ക് വോൾട്ടേജ് ആണ്. അതായത് മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. വാട്ട് ഈസ് ഒമേഗ? ഒമേഗ ഇസ് ദ ആംഗുലർ സ്പീഡാണ്. അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ എന്താണ് വെലോസിറ്റി? നമ്മളുടെ വോൾട്ടേജ് പീരിയോഡിക്കലി എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം നമ്മൾ എന്താണോ വോൾട്ടേജിന് പറഞ്ഞത് അത് തന്നെയാണ് എന്ത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ. എന്താണ്? ഇലക്ട്രിക് കറണ്ട് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് വിത്ത് ടൈം. എന്താണ് മാഗ്നിറ്റ്യൂഡ്? എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ചസ് വിത്ത് ടൈം. ആൻഡ് ഡയറക്ഷൻ റിവേഴ്സസ് പീരിയോഡിക്കലി വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ. ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പീരിയോഡിക്കലി ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് കറണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുക? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുക. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? സെയിം ഗ്രാഫ് തന്നെ അല്ലേ. ഇതെന്താണ്? ഒമേഗ ടി ആയിരിക്കും. സോ ഇത് നമ്മളുടെ ഐൻ്റെ ഗ്രാഫാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ പോയിന്റോ, ഇത് മാക്സിമം കറണ്ടാണ്. മാക്സിമം കറണ്ടാണ്. ഇതോ മിനിമം കറണ്ടാണ് അല്ലേ. ദെൻ എനിക്ക് എന്ത് പറയാം? ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി ആണല്ലോ. ഓക്കെ, വേർ ഐ എം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വോൾട്ടേജ് ആണ്, സോറി മാക്സിമം കറണ്ട് ആണ് അല്ലേ. വാട്ട് ഈസ് ഐ? ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ്
ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ്. റെഡി ആണല്ലോ. സോ ടിക്ക് വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഇൻസ്റ്റന്റിലെയും ആ കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. സോ കറണ്ടിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് എന്താവുന്നുണ്ട്, പീരിയോഡിക്കലി ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ വോൾട്ടേജിന്റെ ഡയറക്ഷനും കറണ്ട് എന്താണ് മാഗ്നിറ്റ്യൂഡും പീരിയോഡിക്കലി എന്താവുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ, എന്തുള്ളൂ, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും. റെഡി ആണല്ലോ. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് RMS വാല്യൂ, അല്ലെങ്കിൽ എന്താണ് മീൻ വാല്യൂ ഓഫ് എ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ വോൾട്ടേജ്. റെഡി ആണല്ലോ, നോക്കാം. ഓക്കെ, എന്താണ് മീൻ ആൻഡ് RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. റെഡി ആണല്ലോ, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണല്ലോ, വേരീസ് ലൈക്ക് സൈൻ ഫംഗ്ഷൻ ആണ്. ഇതെന്താണ്, V ആണ്, ഇത് ഒമേഗ ടി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന്റെ മീൻ കണ്ടുപിടിക്കണം. മീൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ആവറേജ് ആണ് അല്ലേ. ഇത് ഈ ഒരു കർവിന്റെ ആവറേജ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പോയിന്റ് എടുത്തു. ഈ ഒരു പോയിന്റ് ഞാനിപ്പോൾ ഒരു +5 ആണെന്ന് എടുത്തു വിചാരിച്ചു, എക്സാമ്പിൾ ആണ്. അതേ ഈക്വലന്റ് ആയിട്ട് ഇവിടെ എന്തുണ്ടാവും, ഒരു -5 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു വേറെ പോയിന്റ് എടുത്തു, ദാറ്റ് ഈസ് +6 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. അതിന് ഈക്വലന്റ് ആയിട്ട് ഇവിടെ എന്തുണ്ടാവും, ഒരു -6 ഉണ്ടാവും. സോ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ബൈ നമ്പർ ഓഫ് ടേംസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എടുക്കുമ്പോൾ എന്താ വരിക, ഇതിലെ പോസിറ്റീവ് ഒക്കെ കൂടി ഈ നെഗറ്റീവ് ആയിട്ട് ക്യാൻസൽ ചെയ്തു. സോ ടോട്ടൽ എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. അപ്പൊ ആവറേജ് എന്താ കിട്ടുക നമുക്ക്, ആവറേജ് എന്താ കിട്ടുക, ആവറേജ് ഈസ് ഈക്വൽ ടു 0. ആവറേജ് കിട്ടുമോ, ആവറേജ് കിട്ടില്ല. കാരണം എന്താ, ഒരു സൈൻ ഫംഗ്ഷന്റെ ആവറേജ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. സോ സൈൻ ഫംഗ്ഷന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു 0. ഇത് ആവറേജിന്റെ സിമ്പിൾ ആട്ടോ. നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ആവറേജിന്റെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ കോസ് ഒമേഗ ടി എന്താണ്, 0 ആണ്. കോസിന്റെ ആവറേജ് എന്താണ്, 0 ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇന്റഗ്രേഷനിൽ നിങ്ങൾക്ക് കിട്ടും, ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ആൻസർ ആണ്. ബട്ട് ഇവിടെ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ വേറെ റിലേഷൻ കൂടി പഠിച്ചു വെക്കുക, സൈൻ സ്ക്വയർ ഒമേഗ ടി. സൈൻ സ്ക്വയർ ഒമേഗ ടിന്റെ വാല്യൂ 0 അല്ല, അത് 1/2 ആയിരിക്കും. ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ദെൻ അതുപോലെ തന്നെ കോസ് സ്ക്വയർ ഒമേഗ ടിന്റെ വാല്യൂ അതും 1/2 ആയിരിക്കും. കോസ് സ്ക്വയർ ഒമേഗ ടിന്റെ വാല്യൂ എന്തായിരിക്കും, 1/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് 0 എങ്ങനെ കിട്ടി, ആവറേജ് എങ്ങനെ 0 എന്ന് കിട്ടിയത് നോക്കിക്കോളൂ. ഓക്കെ, V ഈസ് ഈക്വൽ ടു എന്താണ്, VM സൈൻ ഒമേഗ ടി ആണ് അല്ലേ. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, വോൾട്ടേജിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. വോൾട്ടേജിന്റെ ആവറേജ് ഈക്വൽ ടു എന്ത് വരും, ആവറേജ് ഓഫ് VM സൈൻ ഒമേഗ ടി ആണല്ലോ. സോ ദെൻ VM ചേഞ്ച് ഒന്നുമില്ല, VM കോൺസ്റ്റന്റ് ആണ്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്ത് വരും, ആവറേജ് ഓഫ് സൈൻ ഒമേഗ ടി. സോ സൈൻ ഒമേഗ ടിന്റെ ആവറേജ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 0 എന്ന് പറഞ്ഞിട്ടില്ലേ. സോ അങ്ങനെയാണെങ്കിൽ ആവറേജ് ഓഫ് V എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് ആണല്ലോ. സോ മീൻ എന്തായി, 0 ആയി. ഇനി അടുത്തത് എന്തിന്റെ മീന്, വോൾട്ടേജിന്റെ മീന് 0 ആണ്. ദെൻ അടുത്തത് എന്താണ്, ഞാൻ കറണ്ടിന്റെ മീൻ എടുക്കുകയാണ്. സോ I ഈസ് ഈക്വൽ ടു നിങ്ങൾ എന്താ പഠിച്ചത്, IM സൈൻ ഒമേഗ ടി അല്ലെ, IM സൈൻ ഒമേഗ ടി. സോ അതുകൊണ്ട് അങ്ങനെയല്ല ഐന്റെ ആവറേജ് എടുത്താൽ എന്താ വരിക, എന്ത് വരും, ആവറേജ് ഓഫ് IM സൈൻ ഒമേഗ ടി വരും. ദാറ്റ് ഈസ് IM പുറത്തേക്ക് എടുത്തു, ബാക്കി എന്തുണ്ട്, സൈൻ ഒമേഗ T1 ആണല്ലോ. സോ സൈൻ ഒമേഗ ടിന്റെ ആവറേജ് എന്താണ്, 0 ആണ്. സോ ഈക്വൽ ടു എന്ത് വന്ന്, 0 ആണ്. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെയും ഓൾട്ടർനേറ്റീവ് വോൾട്ടേജിന്റെയും മീൻ എന്താണ്, 0 ആണ് അല്ലെ. പക്ഷേ നമുക്ക് ഒരു വാല്യൂ കൂടി കണ്ടുപിടിക്കണം, എന്താണ്, RMS വാല്യൂ കൂടി കണ്ടുപിടിക്കണം. RMS വാല്യൂ എന്താണ്, RMS എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി പറയാറ് എന്താണ്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. എന്താണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ, റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ആദ്യം നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ആവറേജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്.
റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ടേംസിനും ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സ്ക്വയർ ചെയ്യണം. ഓരോ ടേംസിനെയും സ്ക്വയർ ചെയ്യണം. ദെൻ അതിന്റെ മീന് കണ്ടുപിടിക്കണം. ദെൻ അതിനെന്ത് ചെയ്യണം? റൂട്ട് ചെയ്യണം അല്ലെ. സോറി, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലോ, ഇവിടെ ഒരു 5 ഉണ്ട് അല്ലെ. 5ന്റെ സ്ക്വയർ 25 ആണ്. 6ന്റെ സ്ക്വയർ 36 ആണ്. ഇവിടെ 6ന്റെ സ്ക്വയർ എന്ത് വരും? -6ന്റെ സ്ക്വയർ 36 ആണ്. -5ന്റെ സ്ക്വയർ 25 ആണ് അല്ലെ. അപ്പൊ 4 ടേംസ് കിട്ടി. ഈ 4 ടേംസിന് എന്ത് കണ്ടുപിടിക്കും? മീന് കണ്ടുപിടിക്കും. ദെൻ അതിനെ റൂട്ട് ചെയ്യും. റെഡി ആണല്ലോ. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുക? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കുക അല്ലെ. ഇവിടെ എന്താവില്ല? 0 ആയി പോവില്ല. കാരണം എന്താ? ഈ 2 ടേമിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവും. പിന്നെ എന്താവില്ല? 0 ആവില്ല. സോ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് എ നോൺ സീറോ നമ്പർ ആയിരിക്കും. റെഡി ആണല്ലോ. അങ്ങനെയാണ് എത്ര നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എത്ര കിട്ടുക നോക്കുക ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ. നോക്കിക്കോളൂ. നെക്സ്റ്റ് വൺ, RMS വാല്യൂ ഓഫ് AC വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. AC വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. ഓക്കെ, അപ്പം നമുക്ക് RMS വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് RMS വാല്യൂ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മീൻ ബൈ RMS വാല്യൂ? ഓക്കെ, RMS വാല്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല. എന്താണ് RMS വാല്യൂ ഓഫ് എന്താണ്? RMS വാല്യൂ ഓഫ് AC is the DC equivalent DC equivalent whose DC equivalent which the same amount of heat energy at the same time. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? RMS വാല്യൂ ഓഫ് AC വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ് അല്ലെ. നമ്മൾ ആവറേജ് വാല്യൂ നമുക്ക് കിട്ടി എത്രയാണ്? 0 എന്ന് കിട്ടി. അങ്ങനെയാണ് RMS വാല്യൂ എന്തല്ല? 0 അല്ല, ഇറ്റ്സ് എ നോൺ സീറോ വാല്യൂ ആണ്. സോ അതിനു മുമ്പ് എന്താണ് RMS വാല്യൂ? ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. എന്താണ് RMS വാല്യൂ എന്ന് പറഞ്ഞാൽ? ദ RMS വാല്യൂ ഓഫ് AC ഈസ് ദ DC equivalent which produces same heat energy in same time അല്ലെ. സെയിം ഹീറ്റ് എനർജി ഇൻ സെയിം ടൈം. എന്താണ് അത് മീൻ ചെയ്യുന്നത്? എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? സിമ്പിൾ ആണ്. നമ്മളൊരു കണ്ടക്ടറിലൂടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യും? AC പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? ഹീറ്റ് എനർജി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര എമൗണ്ട് ഓഫ് DC ഉണ്ടെങ്കിലാണ് ആ എമൗണ്ട് ഓഫ് സെയിം ഹീറ്റ് ഉണ്ടാവുക? മനസ്സിലായല്ലോ. ഒരു കണ്ടക്ടറിലൂടെ ഒരു AC കറണ്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ കണ്ടക്ടറിൽ ഒരു ഹീറ്റ് എനർജി ഫോം ചെയ്യില്ല. ഒരു പെർട്ടിക്കുലർ ടൈമിൽ മൂവ് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്ര DC കറണ്ട് വേണ്ടി വരും? സോ അതിന്റെ വാല്യൂ നമ്മൾ എന്ത് വിളിക്കുക? RMS വാല്യൂ എന്ന് വിളിക്കുക. അപ്പൊ ഈ RMS വാല്യൂ കണ്ടുപിടിക്കണം. RMS വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം RMS വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. ആണല്ലോ. ആദ്യം എന്ത് ചെയ്യണം? ഓരോ ടേമിനും നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. എന്നിട്ട് അതിന്റെ മീൻ കണ്ട് റൂട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യം സ്ക്വയർ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് വോൾട്ടേജിനെ കണ്ടുപിടിക്കാം. സോ V ഈക്വൽ ടു എന്താണ്? VM സൈൻ ഒമേഗ ടി ആണ്. ആണല്ലോ. ഞാൻ V ആദ്യം സ്ക്വയർ ചെയ്തു. എന്താ വരിക? V സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ VM സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? സ്ക്വയർ ചെയ്തിട്ട് ഇതിന്റെ മീൻ കണ്ടുപിടിക്കണം അല്ലേ. സ്ക്വയർ ചെയ്തിട്ട് എങ്ങനെ മീൻ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് V സ്ക്വയർ ഈക്വൽ ടു മീൻ ആവറേജ് ഓഫ് VM സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. റെഡി ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആവറേജ് ഓഫ് V സ്ക്വയർ ഈക്വൽ ടു എന്ത് പറയാം? ദാറ്റ് ഈസ് ഇതിൽ ഞാൻ VM സ്ക്വയർ പുറത്തേക്ക് എടുത്തു. VM സ്ക്വയർ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം അല്ലേ. ദാറ്റ് ഈസ് VM സ്ക്വയർ ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി. സൈൻ സ്ക്വയർ ഒമേഗ ടിന്റെ ആവറേജ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? ഹാഫ് ആയിരുന്നു അല്ലെ. ഇത് പക്ക ഇന്റഗ്രേഷൻ ആണ്. നിങ്ങൾ മാത്സിൽ പഠിക്കും എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ. അപ്പൊ ഇത് വാല്യൂ മാത്രം ഇപ്പോൾ ഓർത്തിരിക്കുക. നമുക്ക് പ്രോബ്ലത്തിനൊക്കെ വളരെ എളുപ്പമാണ്. ദെൻ VM സ്ക്വയർ ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുന്നത് എത്രയാ? എത്രയാ? 1/2 ആണ് അല്ലേ. സോ 1/2.
then which is equal to എന്താണ് ആവറേജ് ഓഫ് വി സ്ക്വയർ. സോ ഇതിന്റെ റൂട്ടിനെ നമ്മൾ എന്ത് വിളിക്കാറ് RMS വാല്യൂ വിളിക്കാം അല്ലേ. സോ ഇതിന്റെ റൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും ദാറ്റ് ഈസ് RMS വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയും ചെയ്യണ്ടേ എന്ത് വരും VM ഡിവൈഡഡ് ബൈ √2 ദാറ്റ് ഈസ് RMS കിട്ടി. ഇതിൻ്റെ അകത്ത് നിന്ന് VM ഈക്വൽ ടു എന്ത് പറയാം VRMS ഇൻറ്റു √2 അല്ലേ. വാട്ട് ഈസ് VM ഈസ് ദ മാക്സിമം പീക്ക് വോൾട്ടേജ് ആണ്. റെഡി ആണല്ലോ. ദെൻ നമുക്ക് ആ കറണ്ടിൻ്റെ IRMS കണ്ടുപിടിക്കണം. എന്ത് വരും I ഈസ് ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി. റെഡി ആണല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ I സ്ക്വയർ ഈക്വൽ ടു എന്ത് പറയാം IM സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. റെഡി ആണല്ലോ. ഇനി അതിനെന്ത് ചെയ്യണം സ്ക്വയർ ചെയ്തിട്ട് മീൻ കണ്ടുപിടിക്കണം അല്ലേ. സോ മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. സോ ആവറേജ് ഓഫ് I സ്ക്വയർ ഈക്വൽ ടു ആവറേജ് ഓഫ് എന്ത് വരും IM സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. റെഡി ആണല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ ഓക്കെ IM സ്ക്വയർ ആവറേജ് ഓഫ് I സ്ക്വയർ ഈക്വൽ ടു എന്ത് പറയാം IM സ്ക്വയർ ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി. സോ വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി ദാറ്റ് ഈസ് ഹാഫ്. ദാറ്റ് ഈസ് IM സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും 2 വരും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു I സ്ക്വയർ. റെഡി ആണല്ലോ. ദെൻ നമ്മൾ അതിന് എന്ത് ചെയ്യണം ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് കണ്ടുപിടിച്ചാൽ എന്താ വരിക IRMS നമുക്ക് കിട്ടും. IRMS ഈക്വൽ ടു അപ്പോൾ എന്ത് പറയാം IM ഡിവൈഡഡ് ബൈ √2 ആയിരിക്കും. വേർ IM ഈക്വൽ ടു എന്താണ് IRMS ഇൻറ്റു √2 ആണ്. റെഡി ആണല്ലോ. സോ നമുക്ക് കിട്ടുന്ന കൊമേഴ്ഷ്യലി കിട്ടുന്ന 230 വോൾട്ട് ഉണ്ടല്ലോ വീട്ടിലേക്ക് കിട്ടുന്നത് അതെന്താണ് IRMS ആണ് IM ആണോ അത് IRMS വാല്യൂ ആണ് അല്ലെ. കറണ്ടിന്റെ IRMS വാല്യൂ ആണ്. അതെന്തല്ല റിയൽ വാല്യൂ അല്ല. റിയൽ വാല്യൂ പിന്നെ എന്ത് ചെയ്യണം അതിന്റെ കൂടെ ഒരു √2 മൾട്ടിപ്ലൈ ചെയ്യണം. റെഡി ആണല്ലോ. എന്താണ് RMS വാല്യൂ അതിന്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്ന് റെഡി ആണല്ലോ. ഓക്കെ ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ എ ഷോക്ക് ഫ്രം 220 വോൾട്ട് AC ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ദാറ്റ് ഓഫ് 220 വോൾട്ട് DC ആണല്ലോ. 220 വോൾട്ട് AC നിന്നുള്ള ഷോക്ക് എന്തുകൊണ്ടാണ് മോർ ഡേഞ്ചറസ് എന്നാണ് പറയാൻ കാരണം. എവിടെ നിന്ന് 220 വോൾട്ട് ഓഫ് DC അല്ലെ. നിങ്ങളുടെ കയ്യിൽ 2 വോൾട്ട് ഓഫ് AC ഉണ്ട് DC ഉണ്ടല്ലോ. ഒന്ന് 220 വോൾട്ട് ഓഫ് AC 220 വോൾട്ട് ഓഫ് DC. അതിൽ 220 വോൾട്ട് ഓഫ് AC വരുന്ന ഷോക്ക് എന്തായിരിക്കും മോർ ഡേഞ്ചറസ് ആയിരിക്കും. കാരണം എന്താ ഓക്കെ ഇതിന്റെ വാല്യൂ രണ്ടിനും സെയിം ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്താ തന്ന് ഇവിടെ 220 വോൾട്ട് ഓഫ് AC ഇത് AC-യുടെ എന്ത് വാല്യൂ ആണ് വോൾട്ടേജിന് എന്ത് വാല്യൂ ആണ് RMS വാല്യൂ ആണ് അല്ലേ. സോ RMS വാല്യൂ VRMS ആണ് ഇവിടെ തന്നത് എന്ത് ഈ 220 വോൾട്ട് എന്ന് പറയുന്നത്. ഇത് ഒറിജിനൽ വാല്യൂ ആയിരിക്കുമോ വോൾട്ടേജിന്റെ അല്ല. ഇത് ഇതിന്റെ RMS വാല്യൂ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് പീക്ക് വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ VM ഈക്വൽ ടു എന്താണ് VRMS ഇൻറ്റു √2 ആയിരിക്കും ആണല്ലോ. VRMSന്റെ വാല്യൂ എത്രയാ ദാറ്റ് ഈസ് 220 ഇൻറ്റു √2ന്റെ വാല്യൂ 1.414 ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര കിട്ടും 311 വോൾട്ട് കിട്ടും. 311 വോൾട്ട് കിട്ടും. ഇതിൽ ഏതാ കൂടുതൽ 311 ആണോ 220 ആണോ 311 അല്ലേ. സോ എന്ത് സംഭവിക്കും നമുക്ക് ഏൽക്കുന്ന ഷോക്ക് എന്തായിരിക്കും കൂടുതലായിരിക്കും ഇപ്പം വെൻ 2000 വോൾട്ട് ഓഫ് AC എടുത്തു കഴിഞ്ഞാൽ. റെഡി ആണല്ലോ. അതിന്റെ ആൻസർ ക്ലിയർ അല്ലേ. അതായത് മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 3011 വോൾട്ട് ആയിരിക്കും. സോ ആ ഒരു വോൾട്ടിന്റെ അടുത്തുള്ള റേഞ്ചിലായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന യഥാർത്ഥ കറണ്ട് എന്ന് പറയുന്നത്. ഇതെന്താണ് ഇതിന്റെ RMS വാല്യൂ ആണ്. ഒരിക്കലും നമുക്ക് ഡൗട്ട് വരരുത് കേട്ടോ. തന്നിരിക്കുന്നത് എന്താണ് RMS വാല്യൂ ആണ്. റെഡി ആണല്ലോ. സോ ഈ പ്രോബ്ലം വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ ഇതിനെ ബേസ് ആയിട്ട് ഇനിയും പ്രോബ്ലങ്ങൾ ഉണ്ടാവാം. ക്ലിയർ ആണല്ലോ. ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫേസേഴ്സ് ആണ്. എന്താണ് ഫേസേഴ്സ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ടും വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ആൻ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സോ അങ്ങനെയാണ് ഇവിടെ ഫേസർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെക്ടർ ആണ്. ഇറ്റ്സ് എ റൊട്ടേറ്റിംഗ് വെക്ടറിനെ നമ്മൾ എന്ത് വിളിക്കുക ഫേസർ എന്ന് വിളിക്കുക അല്ലെ. അപ്പോൾ നോക്കിക്കോളൂ എന്താണ് ഫേസർ എന്ന് വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ ഫേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെപ്രസെന്റേഷൻ ഓഫ് AC കറണ്ട് ആൻഡ് വോൾട്ടേജ് ബൈ എ റൊട്ടേറ്റിംഗ് വെക്ടർ അല്ലെ. ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു AC കറണ്ടിനെയും AC വോൾട്ടേജിനെയും റെപ്രസെന്റ് ചെയ്യുക. വളരെ സിമ്പിൾ
അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഫേസർ എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. സോ ആ വെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പെർട്ടിക്കുലർ ആംഗുലർ സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഫേസർ ഈസ് എ വെക്ടർ വിച്ച് റൊട്ടേറ്റ്സ് അബൌട്ട് ഒറിജിൻ വിത്ത് ആംഗുലർ സ്പീഡ് ഒമേഗ. അപ്പൊ നോക്കിക്കോളൂ, ഇതാണ് നമ്മളുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വി ആൻഡ് ഐ വിത്ത് ഒമേഗ ടി അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഫേസേഴ്സ് വരയ്ക്കുകയാണെ, നോക്കിക്കോളൂ. ഇത് വോൾട്ടേജ് ആണ്, വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. ഇത് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി ആണ്. റെഡി ആണല്ലോ? അപ്പൊ ഫേസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വെക്ടർ ആണ്. അത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്? ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റെഡി ആണല്ലോ? ഞാൻ അടുത്ത് നോക്കിക്കോളൂ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫേസേഴ്സ് വി ആൻഡ് ഐ ഗിവ്സ് ദ പീക്ക് വാല്യൂ ഓഫ് വി എം ആൻഡ് ഐ എം. അതായത് മാഗ്നിറ്റ്യൂഡ് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ഓഫ് ഫേസേഴ്സ് ആണ് അല്ലെ? ആ വെക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? മാക്സിമം വാല്യൂ ആണ്. അപ്പൊ നോക്കിക്കോളൂ, ഓക്കെ, വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ എന്താണ്? വി എം ആണ് അല്ലെ? സോ ആ വോൾട്ടേജ് എത്ര ഡിസ്റ്റൻസിൽ റൊട്ടേറ്റ് ആവുന്നുണ്ട്? ഒമേഗ സ്പീഡിൽ റൊട്ടേറ്റ് ആവുന്നുണ്ട്. എത്ര ഡിസ്റ്റൻസ്? ഒമേഗ ടി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫേസർ എങ്ങനെയാ വരിക? ഇങ്ങനെയാണ് വരിക. സോ ഈ ലെങ്ത് എത്രയായിരിക്കും? ഇത് വി എം ആയിരിക്കും. ഇത് എത്ര റൊട്ടേറ്റ് ചെയ്തു? ഒമേഗ ടി റൊട്ടേറ്റ് ചെയ്തു. റെഡി ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ കേസിലോ ഇതായിരിക്കും എന്ത് വരിക? ഐ എം വരിക. എത്ര റൊട്ടേറ്റ് ചെയ്തു? ഒമേഗ ടി റൊട്ടേറ്റ് ചെയ്തു. റെഡി ആണല്ലോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ ഇത് രണ്ടും കാണിക്കുന്നത് എന്താണ്? ഇത് രണ്ടും എന്നാണ് നമ്മുടെ ഫേസേഴ്സ്. ആ ഫേസേഴ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? മാക്സിമം വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. മാക്സിമം വോൾട്ടേജ് മാക്സിമം കറണ്ടിന് ഈക്വൽ ആയിരിക്കും. ദെൻ അടുത്ത പോയിന്റ് നോക്കിക്കോളൂ. ദ വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് ഫേസേഴ്സ് വി ആൻഡ് ഐ റെപ്രസെന്റ് ദ സൈനുസോയിഡൽ വേരിയിങ് വി ആൻഡ് ഐ. വെർട്ടിക്കൽ കോമ്പണന്റ്, ഇതിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ്, ഈ ഒരു വെക്ടറിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് ഏതാ വരിക? ഏതാ വരിക? ഈ ഒരു ഇതാണേ. ഇതെന്ന് പറയുന്നത് എന്താണ്? എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞത്? വി എം സൈൻ ഒമേഗ ടിക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലേ? നമുക്ക് നേരെ കോമ്പണന്റ് കിട്ടിയാൽ കിട്ടും അല്ലേ? കാരണം എന്താ? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അതായത് എന്തിന് ഈക്വൽ ആയിരിക്കും? വി എം സൈൻ ഒമേഗ ടിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ? ഇതോ? ഇത് ഐ എം സൈൻ ഒമേഗ ടി ആയിരിക്കും. ആണല്ലോ? ഈ കാര്യം ഇവിടെ പറഞ്ഞത് വെർട്ടിക്കൽ കോമ്പണന്റ് എന്താ തരിക? സൈനുസോയിഡലി വേരിയിങ് വി ആൻഡ് ഐ ആണ് തരിക. ദെൻ ലാസ്റ്റ് വൺ എന്താ പറയുന്നത്? അത് ഡയഗ്രം റെപ്രസെന്റിങ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആസ് റൊട്ടേറ്റിംഗ് വെക്ടർ അല്ലെ? ഒരു ഡയഗ്രമാണ് റെപ്രസെന്റിങ് എന്തൊക്കെ ഉണ്ട്? ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും ഉണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഉണ്ട് അല്ലെ? അത് ബേസിക്കലി ഫേസേഴ്സ് ആണ് വിളിക്കുക. അലോങ് വിത്ത് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദം അല്ലെ? അപ്പോൾ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞ പുതിയൊരു ടേം ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവണമെങ്കിൽ നമ്മളത് ഇൻഡക്ടർ, അതായത് എ സി കറണ്ട് ത്രൂ എൻ ഇൻഡക്ടർ, അതുപോലെ തന്നെ എ സി കറണ്ട് ത്രൂ എ കപ്പാസിറ്റർ പഠിക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ നോക്കുക, എനിക്കിപ്പോൾ ഈ രണ്ട് ഫേസസിനെയും ഒരൊറ്റ ഫിഗറിലേക്ക് മാറ്റാം. ഒറ്റ ഫിഗറിലേക്ക് മാറ്റുമ്പം ഈ വിയും ഐയും തമ്മിൽ എന്തുണ്ടാവില്ല? ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല. വി ഐയും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല. എന്താണ്? ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം ഈ കേസിൽ. പക്ഷെ എല്ലാ കേസിലും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇൻഡക്ടറിന്റെ കേസ് വരുമ്പോൾ ഡിഫറൻറ്റ് വരും, നമുക്ക് പഠിക്കാം. സോ അത്രയേ ഉള്ളൂ. നമുക്ക് ഈ രണ്ട് കാര്യം എന്ത് ചെയ്യാം? ഒരൊറ്റ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലെ? അപ്പൊ എന്ത് വരും? ഒറ്റ ഫിഗർ ആകുമ്പോൾ ഐയും അങ്ങോട്ട് വിയും അങ്ങോട്ട്, ഇത് തമ്മിൽ എന്തില്ല? ഫേസ് ഡിഫറൻസ് ഇല്ല. അത് രണ്ടും ഏത് ഫേസിലാന്ന് പറയാം? സെയിം ഫേസിലാന്ന് പറയാം. റെഡി ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ എവിടെ പഠിക്കാനുള്ളൂ? ഫേസേഴ്സിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എ സി വോൾട്ടേജ് അപ്ലൈ ടു എ റെസിസ്റ്റർ ആണ് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എ സി വോൾട്ടേജ് ത്രൂ എ ഇൻഡക്ടർ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എ സി വോൾട്ടേജ് ത്രൂ എ കപ്പാസിറ്റർ പഠിക്കാനുണ്ട്. ദെൻ ആ 3 ഡിവൈസും കൂടി ഒരുമിച്ച് വരുമ്പോൾ കേസ് അതിന് LCR സീരീസ് സർക്യൂട്ട് നമ്മൾ പറയാറ്. അതായത് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റൻസ് 3ഉം കൂടി വരുമ്പോൾ എങ്ങനെയാണ് എ സി കറണ്ടിന്റെ ബിഹേവിയറും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് അല്ലെ? അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഞാൻ സർക്യൂട്ട്, ആ സർക്യൂട്ടിൽ ഞാൻ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ് ആണ് എന്ത്? വി എം എന്ന് പറയുന്നത് അല്ലെ? സോ ഇവിടുത്തെ അപ്ലൈഡ് വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു എന്താണ്? വി എം സൈൻ ഒമേഗ ടി ആണ്. ഇക്വേഷൻ നമ്പർ 1 ആണ്. സോ ഈ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ റെസിസ്റ്റൻസിനുള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ? പോകുന്നുണ്ടല്ലോ. സോ അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു കിർച്ചോഫ് ലോ നമുക്ക് എന്ത് പറയാം? വി എം സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? IR ആയിരിക്കും അല്ലെ? അക്കോർഡിംഗ് ടു കിർച്ചോഫ് ലോന്റെ ആ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? സോ അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഐ ഈക്വൽ ടു, ഐ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഐ ഈക്വൽ ടു എന്ത് വരും?
വി എം സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ആർ ആണ്. ആണല്ലോ. സോ ഈ വി എം ബൈ ആർ, വാട്ട് ഈസ് വി എം ബൈ ആർ? വി എം ബൈ ആർ ഈസ് ഈക്വൽ ടു വി എം ബൈ ആർ ഈക്വൽ ടു ദറ്റ് ഈസ് ഐ എം ആണ്. അങ്ങനെയാണ് ഇക്വേഷൻ എന്തായി? ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി ആയിരിക്കും. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു എ സി കറണ്ട് ത്രൂ എ റെസിസ്റ്ററിന്റെ കേസിലുള്ള വോൾട്ടേജും കിട്ടി, കറണ്ടും കിട്ടി. ഈ രണ്ട് വോൾട്ടേജിനും കറണ്ടിനും പ്രത്യേകത ഉണ്ട്. രണ്ടും എന്താണ്? സെയിം ഫേസിലായിരിക്കും. ഇവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് അടുത്ത് വരയ്ക്കാനുള്ളത് അല്ലെ? എങ്ങനെയാണ് എ സിയും ഒരു ഫിഗറിൽ എങ്ങനെയാണ് വിയും ഐയും വരയ്ക്കാന്നുള്ളത് നോക്കിക്കോളൂ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെ? എ സി കറണ്ട് ത്രൂ എ റെസിസ്റ്റർ. നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് അല്ലെ? അപ്ലൈഡ് വോൾട്ടേജ് എന്താ കിട്ടിയ? വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ദെൻ ഐ ഈക്വൽ ടു നമ്മളുടെ കറണ്ട് എന്ത് വന്നു? ഐ എം സൈൻ ഒമേഗ ടി ആണ്. ദെൻ എങ്ങനെയാണ് വരിക? ഇത് നമ്മളുടെ വി ആണ് കേട്ടോ. സോ പീക്ക് വോൾട്ടേജ് ആണ്, ദാറ്റ് ഈസ് വി എം ആണ്. അങ്ങനെയാണെങ്കിൽ ഐയും എങ്ങനെ തന്നെ ആയിരിക്കും? സെയിം പോലെ തന്നെ ആയിരിക്കും. എന്തെങ്ങനെയാ വരിക? ദാറ്റ് ഈസ് അല്ലേ? ഐയും എങ്ങനെ തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ എന്തുണ്ട്? പീക്കിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇതെന്താണ്? നമ്മുടെ ഐ ആണ്. സോ ഇത് ഐ എം ആണ്. അപ്പോൾ നോക്കിക്കോളൂ, ഐ എം 0 ആവുന്നതും വി 0 ആവുന്നതും ഒരേ പൊസിഷനിലാണ്. ഐ മാക്സിമം ആവുന്നതും വി മാക്സിമം ആവുന്നത് ഒരേ പോയിന്റിലാണ്. അതുപോലെ തന്നെ ഐ മിനിമം ആവുന്നതും വി മിനിമം ആവുന്നത് എന്താണ്? ഒരേ പോയിന്റിലാണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദേ ആർ ഇൻ സെയിം ഫേസ് എന്ന് പറയാം. ദേ ആർ ഇൻ സെയിം ഫേസ്. അപ്പൊ എന്താ പറയാ? വി ആൻഡ് ഐ ആർ ഇൻ സെയിം ഫേസ്. സോറി, സെയിം ഫേസ്. ദേ ആർ ഇൻ സെയിം ഫേസ്. അവിടെ ഫേസ് ആംഗിൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. റെഡി ആണല്ലോ? ഓക്കെ, ഇതെന്താണ്? ഒമേഗ ടി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതിന്റെ ഫേസർ ഡയഗ്രം എങ്ങനെയായിരിക്കും? ഫേസർ ഡയഗ്രം. സോ ഫേസർ ഡയഗ്രം എങ്ങനെയായിരിക്കും നോക്കിക്കോളൂ. ഓക്കെ, എന്താണ്? നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി ആണ്. സോ വോൾട്ടേജ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. എത്രയാണ്? വി ആണ്, വി എം ആണ്. എത്ര റൊട്ടേറ്റ് ആയി ഇത്? വി എം ഒമേഗ ടി റൊട്ടേറ്റ് ആയി അല്ലേ? ദെൻ ഇതിലെ വെർട്ടിക്കൽ കോമ്പണന്റ് എത്രയായിട്ട്? വി എം സൈൻ ഒമേഗ ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ കറണ്ട് എങ്ങനെ നമ്മൾ ഒരു ഫേസിൽ റെപ്രസെന്റ് ചെയ്യുക? കറണ്ട് എങ്ങോട്ടായിരിക്കും? സെയിം ഡയറക്ഷനിലേക്കും, പക്ഷെ അതിന്റെ ലെങ്ത് കുറവായിരിക്കും അല്ലേ? സോ ഇതായിരിക്കും നമ്മളുടെ കറണ്ട് വരിക. ആണല്ലോ? സോ കറണ്ടിന്റെ ഏതാണ്? ഐ എം സൈൻ ഒമേഗ ടി ആയിരിക്കും. റെഡി ആണല്ലോ? സോ ഫേസർ ഡയഗ്രം നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് വൺ, പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ ആണ് അല്ലേ? ഒരു റെസിസ്റ്ററിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ അല്ലെ, ആവറേജ് ഓഫ് എൻ എ സി വോൾട്ടേജ്, എ സി കറണ്ട് എത്രയാണ്? 0 ആണ്. പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു RMS വാല്യൂ ഉണ്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇൻസ്റ്റന്റീനിയസ് പവറിന്റെ വാല്യൂ, പവർ 0 ആയിരിക്കും എന്നൊരു നമുക്ക് ചെക്ക് ചെയ്യാം. പവറിന് നോൺ സീറോ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാവും എന്നൊക്കെ നോക്കാം നമുക്ക്. എന്താണ് പവറിന്റെ ഇക്വേഷൻ? ഒരു റെസിസ്റ്ററിന്റെ പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എത്രയാണ്? വി ഇൻറ്റു ഐ ആണ് അല്ലേ? നമ്മൾ ഈ കേസിൽ അതായത് അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? വി എം സൈൻ ഒമേഗ ടി ആണ്. ആണല്ലോ? ഇൻറ്റു എന്താണ്? ഐ എം സൈൻ ഒമേഗ ടി ആണ് അല്ലേ? സോ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പവർ ഡെസിപ്പേറ്റഡ് അല്ലെങ്കിൽ ആവറേജ് പവർ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റേനിയസ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആണല്ലോ? ആവറേജ് പവർ കണ്ടുപിടിക്കാൻ എങ്ങനെയാ? ആവറേജ് പവർ ഈക്വൽ ടു എന്ത് വരും? ആവറേജ് ഓഫ് വി എം സൈൻ ഒമേഗ ടി ഇൻറ്റു ഐ എം സൈൻ ഒമേഗ ടി. റെഡി ആണല്ലോ? സോ വി എമ്മും ഐ എമ്മും എന്താണ്? നമുക്ക് ആവറേജിന്റെ പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്തുണ്ട്?
സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ത് വരും? സൈൻ സ്ക്വയർ ഒമേഗ ടി. റെഡി ആണല്ലോ. ദെൻ വി എം ഐ എം ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി? നേരത്തെ പറഞ്ഞിരുന്നത് എത്രയാണ്? ഹാഫ് ആണ് അല്ലേ? സോ ബൈ 2. ദെൻ ആവറേജ് ഓഫ് പി കിട്ടി, ആവറേജ് പവർ കിട്ടി. എത്രയാ? ഇതിനെ എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാം. എന്താണ്? 2 ഈക്വൽ ടു എന്താണ്? √2 ഇൻറ്റു √2 അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ വി എം ബൈ √2 ഇൻറ്റു ഐ എം ബൈ √2 എന്ന് എഴുതി അല്ലേ? വാട്ട് ഈസ് വി എം ബൈ √2? വി എം ബൈ √2 ഈസ് വി ആർ എം എസ്. വാട്ട് ഈസ് ഐ എം ബൈ √2? ദാറ്റ് ഈസ് ഐ ആർ എം എസ്. അങ്ങനെയാണെങ്കിൽ പവർ ഡെസിപ്പേറ്റഡ്, ആവറേജ് പവർ ഡെസിപ്പേറ്റഡ് ഈസ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ആയിരിക്കും. റെഡി ആണല്ലോ. പവർ ഡെസിപ്പേറ്റഡ് എന്തിന് ഈക്വൽ ആണ്? വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. പവർ ഡെസിപ്പേറ്റഡ് ഇൻ റെസിസ്റ്റർ ആണ് കേട്ടോ. സോ നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ള ഏതാണ്? എ സി കറണ്ട് ത്രൂ ആൻ ഇൻഡക്ടർ ഉണ്ട്. സോ അതിന്റെ പവറും എല്ലാം നോക്കാനുണ്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാം. എന്താണ്? എ ലൈറ്റ് ബൾബ് ഈസ് റേറ്റഡ് അറ്റ് 100 watt അല്ലെ? പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാ? 100 watt ആണ് ഫോർ എ 220 volt സപ്ലൈ. ഈ 220 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ എന്ത് വാല്യൂ ആണ്? വോൾട്ടേജിന്റെ ആർ എം എസ് വാല്യൂ ആണ് ഈ 220 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സപ്ലൈ കൊടുക്കുന്ന ഇത്രയും 220 വോൾട്ട് എന്നാണ് ആർ എം എസ് വാല്യൂ ആണ്. അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് എഴുതി വെച്ചോളൂ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പി ഈക്വൽ ടു എത്രയാണ് തന്നെ? 100 watt. ദെൻ വി ആർ എം എസ് തന്നിട്ടുണ്ട് എത്ര? 220 volt. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേ? ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ്. ബൾബിന്റെ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്നല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ്? പവർ ഈക്വൽ ടു എന്താണ്? വി സ്ക്വയർ ബൈ ആർ ആണ്. ആണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആർ ഈക്വൽ ടു എന്ത് പറയാം? വി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ആയിരിക്കും അല്ലേ? സോ അപ്പൊ ഈക്വൽ ടു എന്ത് പറയാം? ആർ ഈക്വൽ ടു റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 220 ഇൻറ്റു 220 ഡിവൈഡഡ് ബൈ പി എന്ന് പറഞ്ഞാൽ ഈസ് 100 ആണ്. സോ ഇതും കട്ട് ചെയ്തു. സോ 22 ഇൻറ്റു 22 ചെയ്ത് കഴിഞ്ഞാൽ 484 Ω. റെഡി ആണല്ലോ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ദ പീക്ക് വോൾട്ടേജ് ഓഫ് ദ സോഴ്സ്. പീക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ അല്ലേ? പീക്ക് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് പീക്ക് വോൾട്ടേജ് പറഞ്ഞാൽ വി എം ആണ്. വി എം ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു √2 ആണ് അല്ലേ? വാട്ട് ഈസ് വി ആർ എം എസ്? വി ആർ എം എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 220 ആണ് അല്ലേ? ദാറ്റ് ഈസ് 220 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? വാട്ട് ഈസ് √2? √2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.414 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഏകദേശം 311 വോൾട്ട് വരും. റെഡി ആണല്ലോ. 311 വോൾട്ട് വന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനും ചെയ്തു. ദെൻ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ഏതാണ്? തേർഡ് ക്വസ്റ്റ്യനും കൂടി. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അത് ആർ എം എസ് കറണ്ട് ത്രൂ ദ ബൾബ്. ആർ എം എസ് കറണ്ട് ത്രൂ ദ ബൾബാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? പവറും ഉണ്ട്, വോൾട്ടേജും ഉണ്ട്. എങ്ങനെയാണ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? സോ പി ഈക്വൽ ടു വി ഐ ആണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എന്ത് പറയാം? വി ബൈ പി ആയിരിക്കും. സോ വി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് വി? 220 ആണ് ഡിവൈഡഡ് ബൈ. സോ ഐ ഈക്വൽ ടു ആണ്. ഐ ഈക്വൽ ടു ആകുമ്പോൾ എന്താവും? പി ബൈ വി ആണ്. പി ബൈ വി ആയിരിക്കും. വാട്ട് ഈസ് പി? ഈസ് 100 ഡിവൈഡഡ് ബൈ 220 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എന്ത് വന്നു? അതിൻ്റെ ഇക്വേഷൻ എത്ര ആൻസർ വരിക? 100 ഡിവൈഡഡ് ബൈ 220 എത്ര വരും? 0.45 ആംപിയർ. റെഡി ആണല്ലോ. നമ്മൾ 3 ക്വസ്റ്റ്യനും സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ചോദിക്കാറുള്ളത്. സോ മനസ്സിലാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ കംപ്ലീറ്റ് ചെയ്തത്. സോ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, എന്താണ് അതിന്റെ ആർ എം എസ് വാല്യൂ, എന്താണ് മീൻ വാല്യൂ, എന്താണ് ദെൻ എന്താണ് എ സി കറണ്ട് ത്രൂ എ റെസിസ്റ്ററും പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ഫേസർ എന്താണെന്നും കൂടി കൺക്ലൂഡ് ചെയ്തു. സോ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.